ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ അച്യുതൻ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയിക്കുകയാണ്. അത് കേൾക്കുന്ന രാജശ്രീക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് ഇന്ദ്രാമ്മ ചോദിക്കും, അല്ല അച്യുത, രവിവർമ്മ വക്കീൽ നല്ല മിടുക്കനാണെന്നല്ലേ നീ പറഞ്ഞത്? അദ്ദേഹം വിചാരിച്ചാൽ നമുക്ക് അലോകിനെ പുറത്തിറക്കാൻ സാധിക്കത്തില്ലേ എന്ന് ചോദിക്കുക. അതമ്മേ, വക്കീലൊക്കെ നല്ല കഴിവുള്ള ആളാ, പക്ഷേ അനുശ്രീ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. സാധാരണ പെൺകുട്ടികളൊക്കെ ഒന്ന് കോടതിയിൽ കയറാൻ പതറിപ്പോകും. പക്ഷേ ഇവിടെ അവസ്ഥ മറിച്ചാ. അവൾക്ക് ഒരു ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾ നന്നായിട്ട് തന്നെ കോടതിയിൽ അവതരിപ്പിച്ചു. രവിവർമ്മ വക്കീല് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ അവളോട് സംസാരിച്ചു നോക്കിയതാ, ഒരു ഫലവും ഉണ്ടായില്ല. ഇനിയിപ്പം 15-ാം തീയതിയും അനുശ്രീ ഇതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അച്യുതൻ പറയാണ്. അത് കേൾക്കുന്ന രാജശ്രീ പറയും, 15-ാം തീയതി അവൾ കോടതിയിൽ ഹാജരാകരുത് അച്യുവേട്ടാ, അതിനു വേണ്ട എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തോ, ഈ ഞാനുണ്ട് കൂടെ എന്ന് പറയാം. അത് കേൾക്കുമ്പം ഇന്ദ്രമ്മ പറയും, രാജശ്രീ നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ എന്ന് ചോദിക്കുക. അമ്മയ്ക്ക് അവളോട് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കെൻ്റെ മകനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഈ രാജശ്രീ ആരാണെന്ന് എല്ലാവരും അറിയും എന്ന് ദേഷ്യത്തോടു കൂടി പറയാണ്. ഒരു അനുശ്രീ കാരണമാണ് എൻ്റെ മകൻ ഇന്ന് ഈ കടന്ന് അനുഭവിക്കുന്നത് മുഴുവനും എന്ന് പറയാണ് കേട്ടോ. അച്ചുവേട്ട, മിത്ര ഇനി ഒരു നിമിഷം പോലും ദേവമംഗലത്ത് നിർത്തിക്കൂടാ. എത്രയും വേഗം അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയാം. എന്നിട്ട് മിത്രയെ കൊണ്ട് ആരിനെതിരെ പരാതി കൊടുക്കണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. ആരിനും പോയി ജയിലിൽ കിടക്കട്ടെ, എങ്കിലേ എനിക്ക് സന്തോഷമാകത്തുള്ളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന ഇന്ദ്രമ്മ ചോദിക്കും, എന്ത് വിവരക്കേടാ മോളെ നീ ഈ വിളിച്ചു പറയുന്നത്? അലോകിനെയും അനുശ്രയം പോലെയാണോ ആരിൻ്റെയും മിത്രയുടെയും കാര്യം? അവൾ അവിടെ സന്തോഷത്തോടു കൂടിയല്ലേ ആ ദേവമംഗലത്ത് കഴിയുന്നേ എന്ന് ചോദിക്കുക. എന്ത് സന്തോഷം! അവൾ ചിലപ്പം ഇവിടെ നിന്ന് ആരെങ്കിലും ചെന്ന് അവളെ ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുകയായിരിക്കും. പോയി വിളിച്ച് പറ്റൂ. ഇനി അനന്തേട്ടനും നന്ദിതേടത്തിക്കും മിത്രയെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ലെങ്കിൽ ഈ രാജശ്രീ ആരാ എന്താണെന്ന് എല്ലാവരും അറിയും. എനിക്ക് പറ്റുന്നത് പോലൊക്കെ ഞാൻ പ്രവർത്തിക്കും. ഒരു ദേവമംഗലം അതിനെ അവിടെ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ അലോകിനെ വേദനിപ്പിച്ച് ആരും സന്തോഷത്തോടെ ജീവിക്കാൻ ഈ രാജശ്രീ അനുവദിക്കില്ല എന്ന് ഒരുമാതിരി ഭ്രാന്തിയെപ്പോലെ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ആര്യനും ഇത്രയും റൂമിലുണ്ട്. ആര്യൻ വളരെ സന്തോഷത്തിലാണ്. ആരും പറയും, ഇനി എന്തൊക്കെ ചെയ്താലും അവൻ്റെ വക്കീൽ തലകുത്തി നിന്നാലും അവനെ പുറത്തിറക്കാൻ സാധിക്കില്ല. അനുമോളോട് അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടുക തന്നെ ചെയ്യും. എന്നോടോ ആകാശേട്ടനോടോ അവൻ എന്തെങ്കിലും ചെയ്തെന്നാ ഞാനത് പോട്ടേന്ന് വെച്ചേനെ. ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടും ക്ഷമിച്ച് കളഞ്ഞതാ ഞങ്ങൾ ചെയ്ത തെറ്റ്. ഇത് പാവം അനുക്കുട്ടിയുടെ ജീവിതം വെച്ചാ അവൻ കളിക്കാൻ നോക്കിയത്. അതിനുള്ള ശിക്ഷ എന്തായാലും അവന് കിട്ടണം. ജയിലിൽ കിടന്ന് അവൻ നരകിക്കണം. അത് കണ്ടാലേ എനിക്ക് സമാധാനമാകൂ എന്നൊക്കെ പറയാം. അപ്പം ഇത്രയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പം ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. ഇന്ന് അവിടുത്തെ പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു മോളെ. എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അനുശ്രീ പതറിപ്പോകുമെന്ന്. പക്ഷേ അനുശ്രീ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചു. അവൾക്ക് സംഭവിച്ച എല്ലാ ദുരന്തങ്ങളും അവൾ വൃത്തിയായിട്ട് ജഡ്ജിയെ ബോധ്യപ്പെടുത്തി. ചെന്നിറങ്ങിയപ്പം അവളൊന്ന് പേടിച്ചു. പക്ഷെ കയറിയപ്പോഴേ അവൾ ഡബിൾ സ്ട്രോങ് ആയിരുന്നു. കൃത്യം കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ജയിലിൽ ആഹാരം കൊടുക്കാത്തതാണോ അതോ അവൻ കഴിക്കാത്തതാണോ എന്നറിയില്ല. അല്ല, അവന് വലിയ കൊമ്പത്തെ ആഹാരമൊക്കെ അല്ലേ പിടിക്കത്തുള്ളൂ. ആളെന്തായാലും പകുതിയായി. കാണുമ്പം ഒരു കോലം മാറിയിട്ടുണ്ട്. ജയിലിലെ ജീപ്പിലാണ് കൊണ്ടുവന്നേ. ജയിലിൽ നല്ല ഇടി കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ തന്നെ വേണം. സെല്ലിലെ കൂടെയുള്ളവരും ഇഷ്ടം പോലെ എടുത്തിട്ട് പെരുമാറി കാണും. അങ്ങനെ ചില രീതികളൊക്കെ ഉണ്ട് അവിടെ. കൂട്ടിൽ നിന്നതേ വാടിക്കൊഴിഞ്ഞുകൊണ്ടാ ഇപ്പം വീഴുമെന്ന് ഞാൻ കരുതിയത്. ജയിലിൽ തന്നെ മിക്കവാറും അവൻ്റെ കഥ കഴിയും എന്ന് പറയും. പെട്ടെന്ന് മിത്ര പറയും, ആര്യ മതി, എനിക്കിനി കേൾക്കണ്ട. അയ്യോ, തന്നെ കേൾപ്പിക്കാനല്ല, എൻ്റെ സന്തോഷത്തിനാണ് ഞാൻ ഈ പറയുന്നത്. തനിക്കിഷ്ടമുള്ളെങ്കിൽ താൻ കേൾക്കണ്ട കേട്ടോ എന്ന് ആര്യൻ മിത്രയോട് പറയാണ്. പെട്ടെന്ന് മിത്ര അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. അലോകിനെ പറ്റി ഈ പറയുന്നതൊന്നും മിത്രയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും തൻ്റെ സഹോദരനാണ്. അവൻ നരകിച്ച് കാണാൻ ഒരിക്കലും മിത്രയെ ആഗ്രഹിക്കുന്നില്ല. അപ്പം മിത്ര കരയുന്ന കാണുമ്പം ആര്യനടുത്തേക്ക് ചെല്ലുക. അല്ല, താൻ കരയുവാണോ? അവനെ ഓർത്തിട്ടുള്ള ദുഃഖം ഇതുവരെ തീർന്നില്ല. അല്ല, അന്ന് സങ്കടപ്പെട്ടതാണല്ലോ എന്ന് ആര്യൻ ചോദിക്കുക. അതൊന്നും അല്ല. എന്തേ എന്ന് ആര്യനപ്പം വീണ്ടും ചോദിക്കുകയാണ്. അവൻ്റെ അവസ്ഥകളൊക്കെ തൻ്റെ മനസ്സ് കയറിയോ? ഇല്ല ആര്യ എന്ന് മിത്ര അപ്പം പറയാ. ഒരു ക്ഷീണം, ഞാൻ നേരത്തെ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മിത്ര പെട്ടെന്ന് കയറി കിടക്കുക. എടോ,
താൻ അങ്ങനെ ദുഃഖിച്ച് കിടക്കുമൊന്നും വേണ്ട, ഞാനൊന്ന് പറയട്ടെ, എഴുന്നേൽക്ക് എന്നും പറഞ്ഞ് ആര്യൻ മിത്ര എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. എഴുന്നേൽക്ക്, തന്നെ വിഷമിപ്പിക്കാനായിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്, അതൊന്നും അല്ല ആര്യ, എനിക്ക് ഉറക്കം വരുന്നു, അതൊന്നും പറ്റില്ല, എഴുന്നേൽക്ക്. പെട്ടെന്ന് മിത്രയ്ക്ക് ദേഷ്യം വരിക. കൈവിട ആര്യ എന്ന് പറയാ. ദേ, തൻ്റെ സഹോദരൻ തെമ്മാടിത്തരം കാണിച്ചാലേ ദേഷ്യം കാണിക്കേണ്ടത് എന്നോടല്ല എന്ന് ആര്യം പറയാ. ഇതൊക്കെ പണ്ടേ അവനോട് കാണിച്ചിരുന്നെങ്കിലേ എന്നേ അവൻ നന്നായി പോയേനെ. ആര്യ പ്ലീസ് ഒന്ന് നിർത്തുന്നുണ്ടോ? എത്ര നേരമായി തുടങ്ങിയിട്ട്? ഞാൻ അന്നും പറഞ്ഞു അവനോട് എനിക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ തന്നെയാ. പക്ഷേ അവൻ എൻ്റെ സഹോദരനല്ലേ, സഹോദരങ്ങളായി ജനിച്ച് സഹോദരങ്ങളായി വളർന്നവരാ ഞാനും അവനും. അവൻ വഴി തെറ്റിപ്പോയി, ശരി എന്നും കരുതി എനിക്ക് അവനെ എഴുതിത്തള്ളാൻ പറ്റുമോ? അന്നത്തെ ആ സ്നേഹം മനസ്സിൽ വന്നു പോയി. എനിക്ക് അവനോട് സ്നേഹമുണ്ട്, അത് ഒരിക്കലും നഷ്ടപ്പെടില്ല. നേരത്തെ അപ്പച്ചിയും ജയിലിലെ കാര്യങ്ങൾ പറഞ്ഞു, അവനെ ജീപ്പിൽ കൊണ്ടുവന്നതും ജയിലിലൊക്കെ ഇടിച്ചു കാണുമെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പം എനിക്ക് സങ്കടമാണ്. ആരിനും അത് തന്നെ പറഞ്ഞപ്പം എൻ്റെ മനസ്സങ്ങ് വിങ്ങി. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പം ഞങ്ങൾ കള്ളനും പോലീസും കളിക്കും. ആര്യനറിയാവോ, അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ ആര്യ ഞങ്ങൾ എന്ന് വീണ്ടും മിത്ര ചോദിക്കാം. എന്ന് ആര്യം പറയും. ശരി പോട്ടെ, താൻ വിഷമിക്കേണ്ട, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം എന്ന് പറയാം. ആര്യ, ഞാൻ അവനെ ന്യായീകരിച്ചതല്ല, അങ്ങനെ ആരും വിചാരിച്ചിട്ടില്ലല്ലോ എന്ന് മിത്ര ചോദിക്കുകയാണ്. അതൊക്കെ എനിക്ക് അറിയാമല്ലോടോ എന്ന് അപ്പം ആര്യം ചോദിക്കുക. താൻ സമാധാനപ്പെട്, താൻ അവിടെ കിടക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ മിത്രയെ ആര്യം തന്നെ അവിടെ കിടത്തുക. ഉറങ്ങിക്കോട്ടോ, നമുക്ക് നാളെ സംസാരിക്കാം. നാളെ ഓടാൻ പോണം, ഒരു ഹാഫ് ഡേ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ, നേരത്തെ എഴുന്നേൽക്കണം, മനസ്സിലാവുന്നുണ്ടോ? ഗുഡ് നൈറ്റ് എന്ന് ആര്യം വീണ്ടും പറയാം. ശരി ആര്യ, ഗുഡ് നൈറ്റ് എന്ന് മിത്ര അപ്പം ആര്യനോട് പറഞ്ഞിട്ട് വീണ്ടും കിടക്കുകയാണ്. ആര്യനെ പറ്റിയുള്ള ഓർമ്മകൾ തന്നെയാണ് മിത്രയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതേ സമയം രാവിലെ കൃഷ്ണമംഗലത്ത് നമ്മുടെ ധർമ്മൻ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അച്യുതൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അച്യുതൻ പുറത്തേക്ക് വരുമ്പോഴാണ് ബാലൻ പെട്ടെന്ന് പുറത്തേക്ക് വണ്ടി എടുക്കുന്നത് കാണുന്നത്. അപ്പോൾ ബാലൻ അങ്ങോട്ട് പോകുന്ന കാണുന്ന അച്യുതൻ ബാലൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നോക്കാം. പെട്ടെന്ന് അച്യുതൻ തൻ്റെ അടുത്ത് വന്ന് ഓരോന്നും പറയാൻ തുടങ്ങുന്നത് ബാലൻ്റെ ശ്രദ്ധയിൽപ്പെടും. അപ്പം അച്യുതനാണെങ്കിൽ ധർമ്മനോട് പറയുന്നത് പോലെ അവിടെ നിന്ന് വിളിച്ചു പറയാം. ധർമ്മ എന്നും പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. എന്താ ഏട്ടാ എന്നും പറഞ്ഞ് ധർമ്മനപ്പം അടുത്തേക്ക് വരിക. ബാലനെ കേൾപ്പിക്കാൻ വേണ്ടിയാ. എടാ, നിനക്കറിയാലോ 15-ാം തീയതി എൻ്റെ മോൻ പുറത്തിറങ്ങും എന്ന് പറയാം. ഇറങ്ങിക്കഴിഞ്ഞാലേ കള്ളക്കേസിൽ അവനെ കുടിക്കിയവർക്കൊക്കെ നല്ല ശിക്ഷ ഞാൻ മേടിച്ചു കൊടുക്കും. അവർക്കൊക്കെ നല്ല പണി ഞാൻ കൊടുക്കുകയും ചെയ്യും. ഈ അച്യുതൻ ആരാണെന്ന് എല്ലാവരും അറിയും. ഏട്ടൻ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എടാ, നീ ആരെയാടെ ഈ പേടിക്കുന്നത്? ഇത് കൃഷ്ണമംഗലത്തിൻ്റെ മുറ്റവാ. നിന്നെ ആട്ടി ഓടിച്ചവരൊന്നും ഇങ്ങോട്ട് വരില്ല. ഇനി അഥവാ വന്നാൽ തിരികെ പോകുന്നത് കാലുകളില്ലാതെ ആയിരിക്കും എന്ന് അച്യുതൻ അവിടെ നിന്ന് വിളിച്ചു കൂവാണ് കേട്ടോ. ബാലൻ ഇതൊക്കെ കേൾക്കുമ്പം നല്ല ദേഷ്യം വരുന്നുണ്ട്. ഏട്ടൻ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ധർമ്മം വിളിക്കും. അലോകിന്റെ ഭാര്യ എന്നും പറഞ്ഞ് ഒരുത്തി ഇവിടെ കയറി വന്നു. വീടിനെ മുഴുവനും കുട്ടിച്ചോറാക്കിയിട്ടാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് വാദി പ്രതിയായതുപോലെ അലോകിനെതിരെ കേസും കൊടുത്തിരിക്കുന്നു. നാണമുണ്ട് ഇവർക്കൊക്കെ. അവൾ ഇന്നലെ കോടതിയിലെ പച്ചക്കള്ളങ്ങളാ വിളിച്ചു പറഞ്ഞത് മുഴുവനും. എന്തായാലും 15-ാം തീയതി എൻ്റെ വക്കീൽ അവളെ പൂട്ടും, നല്ല മണിച്ചിത്ര താഴിട്ട് പൂട്ടും. അലോകൊന്ന് പുറത്തിറങ്ങട്ടെ, പിന്നെയാണ് എല്ലാവരും കളി കാണാൻ പോകുന്നത്. എൻ്റെ മോനെ ജയിലിൽ കയറ്റിയ പെണ്ണ് പിന്നെ ജീവനോടിരിക്കില്ല. അവളുടെ ആയുസ് എണ്ണപ്പെട്ടു, നോക്കിയിരുന്നോ എല്ലാവരും എന്ന് പറയാം. അത് കേൾക്കുന്ന ബാലന് നല്ല ദേഷ്യം വരിക. ബാലൻ അടുത്തേക്ക് ചെല്ല. എടാ അച്യുത, ഭീരുക്കള ഈ വളച്ചു കെട്ടി വെല്ലുവിളിക്കുന്നത് എന്ന് ബാലൻ അച്യുതനോട് പറയാ. അലോക് ജയിലിൽ നിന്ന് ഇറങ്ങിയ എൻ്റെ മോളെ തീർത്ത് കളയുന്നല്ലേ നീ അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുക. ഹേടാ, അത് നടക്കാൻ പോകുന്നില്ല എൻ്റെ പൊന്നച്യുത എന്ന് ബാലൻ പറയാ. ഒന്നാമത് അവൻ ഒരിക്കലും ഇനി ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നേ ഇല്ല. കേസേ ഞങ്ങളാ ജയിക്കാൻ പോകുന്നത്. അത് തന്നെ കാരണം. സത്യമേ ഞങ്ങളുടെ ഭാഗത്തടാ. നീ കിടന്ന് എത്ര വെല്ലുവിളിച്ചിട്ടും ഒരു കാര്യമില്ല. ഇനി അനുശ്രീയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴണമെങ്കിൽ ആദ്യം ഗോമതി സ്റ്റോർ ബാലൻ അങ്ങ് ഇല്ലാതാകണം. നിനക്ക് മനസ്സിലാക്കുന്നുണ്ടോടാ? നീ എന്നെ തോൽപ്പിക്കണമെന്ന് മനസ്സിലായോടാ അച്യുത എന്ന് ബാലൻ ചോദിക്കും. പക്ഷെ എന്നോട് ജയിക്കാൻ നിന്റെ ഈ തടി തീരെ പോരാ അച്യുത എന്ന് ബാലൻ പറയാ. എന്താടാ നീ പറഞ്ഞേ? നിന്നെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്നോ എന്ന് അച്യുതനപ്പം ദേഷ്യപ്പെട്ടുകൊണ്ട് ബാലന് നേർക്ക് ചെല്ലുക. പെട്ടെന്ന് ധർമ്മൻ പിടിച്ചു നിർത്തും. അത് തന്നെയാ പറഞ്ഞത്, ഒരിക്കലും നിനക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന്. സംശയം ഉണ്ടെങ്കിൽ വാടാ,
15-ാം തീയതിയിലേക്കും 16-ാം തീയതിയിലേക്കും ഒന്നുമേ നീട്ടി വെക്കണ്ട, ഇപ്പം തന്നെ ഇവിടെ വെച്ച് തെളിയിച്ചു തരാം, ഇങ്ങോട്ട് വാടാ എന്ന് പറയാം, നിന്നെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് അച്യുതൻ അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങുക. പെട്ടെന്ന് ധർമ്മം കയറി അച്യുതനെ വട്ടം പിടിക്കും. എൻ്റെ പൊന്നച്ചുവേട്ടാ, പ്രശ്നത്തിനൊന്നും പോകല്ലേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എടാ, നീ തനിച്ചു വരണ്ട, നിന്റെ അനിയനെയും മേട്ടനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഈ ബാലനെതിരെ നീ വന്നാൽ മതി, ഈ ബാലനെ ഒറ്റയ്ക്ക് മതി, എന്നാ വരാടാ, ഈ അച്യുതൻ ആരാണെന്ന് നിന്നെ കാണിച്ചു തരാടാ, ഒരു ഗോമതി സ്റ്റോർ ബാലൻ. എടാ, അനുശ്രീ എന്നല്ല, ദേവമംഗലത്തെ ഒരാളെ നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ലടാ എന്ന് ബാലൻ പറയാ. ഇവിടെ കാവലായി നിൽക്കുന്നതേ ഗോമതി സ്റ്റോർ ബാലനാ, അല്ലാതെ കൃഷ്ണമംഗലത്തെ അച്യുതനല്ല. എന്നാൽ നീ കേട്ടോടാ ഗോമതി സ്റ്റോർ ബാല, ഈ അച്യുതൻ ഗോമതി സ്റ്റോർ ബാലനെ മാത്രമല്ല, നിന്റെ ഗോമതി സ്റ്റോർ ഞാൻ പൂട്ടിക്കും. ഈ അച്യുതനാടാ പറയുന്നത്, അത് പൂട്ടിച്ചില്ലെങ്കിൽ ഈ അച്യുതന്റെ പേര് മാറ്റിക്കോ. ധർമ്മ, എൻ്റെ മോൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം നിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യും. ഇയാളുടെ ഒരു ഗോമതി സ്റ്റോർ അത് അടച്ചു പൂട്ടിച്ചില്ലെങ്കിൽ ഈ അച്യുതനെ ആരാണെന്ന് നീ കണ്ടോട ബാല എന്ന് വീണ്ടും പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. എന്താണ് അച്യുതൻ ഉദ്ദേശിച്ചതെന്ന് ബാലന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ബാലൻ തിരിച്ചു പോകാനായിട്ട് തുടങ്ങാൻ കേട്ടോ. അത് കാണുന്ന അച്യുതനും ധർമ്മനും പോകുന്നത് നോക്കി നിൽക്കുക. ഒരു ഗോമതി സ്റ്റോർ ബാലൻ, അയാളുടെ ഒരു അഹങ്കാരം അത് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് എന്ന് അച്യുതൻ അവിടെ നിന്ന് പറയാണ്. പെട്ടെന്ന് ധർമ്മം പറയും, എൻ്റെ പൊന്നച്ചുവേട്ടാ, എൻ്റെ പേരിലുള്ള ഈ വെല്ലുവിളിയും ബഹളവും ഒന്നും വേണ്ട. അത് കേൾക്കുന്ന അച്യുതൻ പറയും, ദേ, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അലോക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം എന്തായാലും ഉടനെ തന്നെ നടത്തണം. അതുമാത്രമല്ല, ആ അനുശ്രീ, അവളെ ഒരു പാഠം പഠിപ്പിക്കുകയും വേണം. അതോടുകൂടി ബാലൻ വീഴും. ബാലൻ എന്ന വൻമരം വീണാൽ പിന്നെ ദേവമംഗലം ഉണ്ടാകില്ല. എടാ, എൻ്റെ മോനൊന്ന് പുറത്തു വന്നോട്ടെ, ഈ അച്യുതൻ ആരാണെന്ന് ആ ദേവമംഗലത്തുള്ളവർ അറിയാൻ പോകുന്നതേ ഉള്ളൂ. പാമ്പിൻ്റെ പകയാടാ, അതവർക്ക് പതിയെ മനസ്സിലാകും എന്ന് പറയാം. പക്ഷേ ധർമ്മൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. കാരണം തൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതേ സമയം മിത്രയാണെങ്കിൽ അലോകിനെ കാണാൻ ജയിലിലെത്തിയിരിക്കുകയാണ്. വീട്ടിൽ ആരോടും പറയാതെയാണ് മിത്ര ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നിരിക്കുന്നത്. പെട്ടെന്ന് അലോക് അങ്ങോട്ട് വരിക. അപ്പോൾ അലോകിനെ കാണുമ്പോൾ മിത്രയ്ക്ക് സങ്കടം വരിക. മിത്രയെ കാണുന്ന അലോകിന് ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു ഭാവമാണ്. മിത്രയപ്പം കാണുന്ന അലോകാണെങ്കിൽ പെട്ടെന്ന് പറയും, നീ കരയൊന്നും വേണ്ട, എന്നെ കാണാൻ നീ ഇങ്ങോട്ട് വരരുതായിരുന്നു. ആരിനറിഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? പെട്ടെന്ന് അലോക് പറയും, ആരിനറിഞ്ഞിട്ടില്ലല്ലേ, അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് വരരുതായിരുന്നു മിത്രേ. ആരിന് എന്നോട് പകയുണ്ട്, ദേഷ്യമുണ്ട്, പക്ഷേ അതിനവനെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ. കാരണം ഞാനാ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നീ കരുതും ശാന്തനായി സംസാരിക്കുന്നത് എൻ്റെ ഒരു അടവാണെന്ന്. അല്ല മിത്രേ എന്ന് ചോദിക്കുക. അല്ല, ജയിൽ എന്നെ വേറൊരാളാക്കി മാറ്റി കഴിഞ്ഞു. ഞാൻ വേദനിപ്പിച്ചവരെക്കുറിച്ചുള്ള ഓർമ്മകളാ ഇപ്പോൾ ഇവിടെ എനിക്ക് കൂട്ട്. എന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. ജീവിതത്തിൽ ഒരിക്കലും നിന്റെ മുഖത്ത് നോക്കരുതെന്നാ ഞാൻ കരുതിയിരുന്നത് എന്ന് മിത്രയപ്പം പറയും. പക്ഷേ സാധിച്ചില്ല. നിന്നെ കാണാൻ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ വന്നത്. ബന്ധങ്ങളുടെ ഒരു ശക്തിയാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് മിത്ര ആര്യനോട് പറയാൻ കേട്ടോ. നമ്മുടെ കുഞ്ഞുനാളിലെ സ്നേഹവും സന്തോഷവും ഒക്കെ ഞാൻ ഓർക്കാറുണ്ട്. നിന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നത്തെ ആ നീ എങ്ങനെ ഈ രീതിയിൽ മാറിപ്പോയത് അലോകെ എന്ന് മിത്ര ചോദിക്കുകയാണ് കേട്ടോ അലോകിനോട്. നീ ചോദിച്ചില്ലേ ആരിനറിഞ്ഞിട്ടാണോ ഞാൻ വന്നതെന്ന്? അപ്പം അലോക് നോക്കി നിൽക്കും, എന്താ പറയുന്നത് അറിയാൻ. അല്ല, ഞാൻ ആര്യനോട് പറഞ്ഞിട്ടില്ല. ആരിനറിയാതെയാ ഞാൻ ദേവമംഗലത്ത് നിന്ന് ഇവിടേക്ക് വന്നത്. ഞാൻ പറഞ്ഞില്ല ആര്യനോട്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഒരു കാര്യം മറച്ചു വെക്കുന്നത് എന്ന് മിത്ര അലോകിനോട് പറയാണ്. അപ്പോൾ തന്നെ നിനക്ക് ഊഹിക്കാലോ, നിന്നെ കാണണമെന്നുള്ളത് എനിക്ക് എത്ര അത്യാവശ്യമായിരുന്നു എന്ന്. അലോകെ, ഞാൻ കാല് പിടിച്ചു പറയാം. എടാ, നീ പുതിയൊരു മനുഷ്യനായിട്ട് വേണം ജയിലിൽ നിന്ന് ഇറങ്ങാൻ. ഇനിയും ഈ വൈരാഗ്യവും ദേഷ്യവും ഒന്നും മനസ്സിൽ വെക്കരുത്. എടാ, നിന്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ചെറുപ്പമാ. ആ ജീവിതം നീ ഇല്ലാതാക്കി കളയരുത്. എത്ര നല്ല കുട്ടിയാടാ അനുശ്രീ. എന്നിട്ട് നീ എന്തൊക്കെയാടാ അവളോട് ചെയ്തു കൂട്ടിയത്? ഈ സംഭവം അവളെ എന്തുമാത്രം ഒലച്ചു കളഞ്ഞെന്നറിയാവോ? അവളാകെ തകർന്നു പോയി. അനുശ്രീ മാത്രമല്ല, അവളെ സ്നേഹിക്കുന്ന ദേവമംഗലത്തെ എല്ലാവരും ആകെ ഉലഞ്ഞുപോയി. ഏതൊരച്ഛനും ചെയ്യുന്നതേ അവിടെ തങ്ങളും ചെയ്തിട്ടുള്ളൂ. പോലീസിനെ അറിയിക്കുക, അവരുടെ മകൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ നോക്കുക. നീ കഴിഞ്ഞു പോയതൊന്നും വെച്ച് ദേവമംഗലത്തുള്ളവരോട് ഇനിയും ദേഷ്യവും വൈരാഗ്യവും ഒന്നും വെച്ച് പുലർത്തരുത്. അച്യുതൻ കൊച്ചച്ഛനോട് പറയണം, ഈ പകയും ദേഷ്യവും ഒക്കെ മാറ്റി മുന്നോട്ട് പോകാനായിട്ട്. കൂടെയുള്ളവരെ, അതായത് ഞങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കരുതെന്ന്, ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്കാൻ. ഇനി നീ മാത്രം അത്
തീരുമാനിക്കണം. നീ ആദ്യം പറഞ്ഞതൊക്കെ വാസ്തവമാണെന്ന് ഞാൻ വിശ്വസിക്കുക. നിനക്കൊരു മാറ്റം വന്നുവെന്ന് നീ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ കരുതുക. എന്തായാലും ആ വാക്കുകൾ എന്നെ സന്തോഷിപ്പിച്ചു. നീ നല്ല രീതിയിൽ ജീവിച്ച് കാണണമെന്ന ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ജയിലിലേക്ക് വന്നതുപോലും നന്നായെന്ന ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. നീ അത്രയ്ക്ക് മാറ്റം വന്നില്ലേ? നീ ജയിലിലായതിൻ്റെ ഒരു പക അച്യുതൻ കൊച്ചച്ഛനുണ്ട്. ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്കറിയില്ല. അതില്ലാതാക്കാൻ നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ. നീ പേടിക്കണ്ട. എൻ്റെ ഭാഗത്തു നിന്നും ഇനി ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകില്ല. ഞാനിനി പുറത്തിറങ്ങിയാലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുള്ളൂ. എൻ്റെ അച്ഛന് ദേഷ്യം കാണും. അച്ഛന്മാരല്ലേ, അവർക്ക് ഒരുപാട് പ്രതീക്ഷയും ഒക്കെ കാണും മക്കളെക്കുറിച്ച്. അങ്ങനെയുള്ളപ്പോഴല്ലേ ഞാൻ ജയിലിലായത്. അത് സഹിക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സാധിച്ചിട്ടുണ്ടാവില്ല. അത് കൈവിട്ടു പോകുമ്പം അവർ നമ്മളോട് ദേഷ്യം കാണിക്കില്ലേ? ആ ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെ അവർക്കുള്ളത്. മിത്രേ, നീ എന്നെ കാണാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എത്രത്തോളം സന്തോഷമുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നീ എന്നെ കാണാൻ വന്നല്ലോ മിത്രേ. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു നല്ല തെളിച്ചം വീണിട്ടുണ്ട്. ഇതിനകത്ത് കഴിയാൻ എനിക്ക് ഈ ഒരു വെളിച്ചം മതി. ഈ വെളിച്ചത്തിൻ്റെ പുറത്ത് ഞാനിവിടെ കഴിയും മിത്രേ എന്ന് മിത്രയോട് അലോക് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്കും ഒരുപാട് സങ്കടം വരിക. മിത്രയും അലോകും ഒരുപോലെ അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. ഇത്രയും മാറ്റം സംഭവിച്ച ഒരു അലോകാനെ ആയിരുന്നില്ല മിത്ര പ്രതീക്ഷിച്ചിരുന്നത്. പെട്ടെന്ന് അലോക മിത്രയുടെ മുന്നിൽ കൂടെ കടന്നങ്ങ് കരഞ്ഞുകൊണ്ട് പോവുകയാണേ. അത് കാണുന്ന മിത്രയുടെ നെഞ്ചു പൊട്ടി പോവാണ് കേട്ടോ. ഇതേ സമയം മീനാക്ഷിയോട് മിത്ര പോലീസ് സ്റ്റേഷനിൽ പോയി അലോകിനെ കണ്ട കാര്യം മീനു പറയാണ് കേട്ടോ. അപ്പോൾ മീനാക്ഷി ചോദിക്കും, നീ എന്തൊരു അബദ്ധമാണ് മിത്ര ഈ കാണിച്ചത്? എനിക്കറിയില്ല ചേച്ചി. അവനെ ജീപ്പിൽ കൊണ്ടുപോയത് മുതൽ എനിക്ക് അത്രയ്ക്ക് വിഷമമായിരുന്നു. ജയിലിലെ കാര്യങ്ങൾ കൂടി കേട്ടപ്പം സങ്കടം പൂർണ്ണമായി എന്ന് പറയാണ് കേട്ടോ. അതൊക്കെ ശരി, പക്ഷെ നീ ചെയ്തതൊക്കെ കേട്ടിട്ടിപ്പം എനിക്ക് വല്ലാതായി പോയി മിത്രേ എന്ന് പറയാണ് കേട്ടോ മീനാക്ഷി. ഇതേ സമയം നമ്മുടെ ആര്യനാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അലോകിനെ കാണാൻ ഒരിക്കലും നീ ജയിലിൽ പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയാം മിത്രയോട് നമ്മുടെ മീനാക്ഷി. ജയിലിൽ പോയിട്ട് അലോകിനെ നീ കാണുക, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മിത്രേ. ഷോ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു? പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയാം ചേച്ചി. ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ചേച്ചി. എനിക്കറിയാം ചേച്ചി, ആരിൻ്റെ വലിയ ശത്രുവാ അലോക്. ആരിൻ്റെ മാത്രമോ, എൻ്റെ നിൻ്റെ ഒക്കെ ശത്രുവാ, ഈ വീടിൻ്റെ തന്നെ ശത്രുവാ എന്ന് മീനാക്ഷി പറയാം. അപ്പം നമ്മുടെ ആര്യൻ ഇതെല്ലാം കേട്ടുകൊണ്ട് വാതിക്കൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ദേവിയേടത്തിയുടെ കുഞ്ഞിനെ കൊന്നത് അവനാ. അന്ന് അവനെ ഏടത്തിയെ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നൊരു കുഞ്ഞിക്കാല് ഈ ദേവമംഗലത്ത് ഓടിക്കളിക്കുമായിരുന്നു. നീ അതെല്ലാം ഇത്ര വേഗം മറന്നുപോയോ? അനുശ്രീയോട് അവൻ കാണിച്ചതിന് ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാൻ പറ്റുമോ? ഓഫീസിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എത്ര തവണ കൈക്കൂലി കേസിൽ കൊടുക്കാൻ നോക്കി. വേണ്ട, എന്നോട് ചെയ്തത് പോട്ടെ. ഇവിടെ നമ്മുടെ അമ്മ കൃഷ്ണമംഗലത്തായിരുന്നപ്പം അമ്മയോട് എന്തൊക്കെ ക്രൂരതകൾ അവൻ ചെയ്തു. അമ്മയെ കൊല്ലാൻ പോലും നോക്കിയില്ലേ? ചേച്ചി പ്ലീസ് ഒന്നും പറയല്ലേ എന്ന് മിത്ര പറയും. എൻ്റെ മനസ്സ് പിടിവിട്ടു പോയ ഒരവസ്ഥയിലായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലേ? ജയിലിൽ പോകാനുള്ള ശക്തിയൊക്കെ എങ്ങനെയോ എവിടുന്നോ എനിക്ക് കിട്ടി. അതൊന്നും എനിക്കറിയില്ല. അങ്ങ് പോയി, അത്ര തന്നെ. ഇനി ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എങ്കിലും ആര്യൻ ഇത് അറിഞ്ഞ തകർന്നു പോകും എന്ന് മിത്ര പറയാണ് കേട്ടോ. പെട്ടെന്ന് ആര്യന് അവരുടെ ഇടയ്ക്ക് ചെല്ലാതെ പോവാണ് കേട്ടോ. അപ്പം മിത്രയും ആകെ വല്ലാതെ ഇരിക്കുകയാണ്. താൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നൊരു ചിന്ത കടന്നു വരിക. അപ്പം മിത്രയുടെ ആ ഭാവം കാണുമ്പം മീനാക്ഷിക്കും ഒരു സങ്കടം വരിക. സാരമില്ല, പോട്ടെ. ഇനി നീ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് തന്നെ ആര്യനോട് നീ എല്ലാം തുറന്നു പറയണം. അതല്ലേ ഏറ്റവും നല്ലത്. ഇന്ന് രാത്രി തന്നെ എല്ലാം തുറന്നു പറയാം ചേച്ചി എന്ന് പറയാം. പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് വരികയാണ് കേട്ടോ. ദേ, അനിയത്തിയും ചേച്ചിയും വർത്താനം പറഞ്ഞ് ഇതുവരെ തീർന്നില്ലേ? ആര്യം വന്നല്ലോ, നീ ഗ്രൗണ്ടിൽ പോകുന്നില്ലേ എന്ന് ഗോമതി ചോദിക്കാം. ആര്യം വന്നോ എന്ന് മിത്ര ചോദിക്കും. വണ്ടി വരുന്ന ശബ്ദം കേട്ടു. ആ മിത്ര, എന്നാ നീ ചെന്ന് എക്സസൈസ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് പോലീസായിട്ട് വാ. എന്നിട്ട് വേണം നമ്മുടെ അമ്മായിയമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്ന് മീനാക്ഷി പറയും. പിന്നെ പോലീസല്ല, പട്ടാളം വന്നാലുവേ ഈ ഗോമതിയെ തൊടാൻ ആർക്കും പറ്റില്ല. ഇതേ ഗോമതി സ്റ്റോർ ബാലൻ്റെ ഗോമതിയാ. ഗോമതിയോട് മുട്ടാൻ വന്നാലേ എൻ്റെ ബാലേട്ടൻ അങ്ങോട്ട് ചോദിക്കാൻ ഇറങ്ങും. ഓ, അത് പൊളിച്ചു എന്ന് മീനാക്ഷി അപ്പോൾ പറയണേ. അപ്പോഴും ഇത്രയ്ക്ക് ആകെ മൂടിക്കെട്ടിയ ഭാവമാണ് കേട്ടോ. അപ്പം ഗോമതി ചോദിക്കും, മോളെ നീ എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അപ്പച്ചി എന്ന് മിത്ര മറുപടി പറയും. അപ്പം മീനാക്ഷി പറയും, ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുകയല്ലേ. ജയില്, കോടതി, പോലീസ്, അതിൻ്റെയൊക്കെ വിഷമോ ഇവക്കുള്ളത് എന്ന് പറയാം. അത് നേരാ, എനിക്കും വല്ലാത്ത വിഷമമുണ്ട് എന്ന് ഗോമതി പറയാം. നീ ചെല്ലും ഇത്രേ, ആര് റെഡിയായി കാണും എന്ന് പെട്ടെന്ന് മീനാക്ഷി പറയാം. മോളെ
ഒരു പേടിയും വേണ്ട. അടുത്ത വാദത്തിലൂടെ ശിക്ഷ കിട്ടി അലോക് എന്നേക്കുമായി ജയിലിലാകും എന്ന് ഗോമതി പറയും. നീ ടെൻഷൻ അടിക്കണ്ടെന്നേ, അതുകൊണ്ട് മോൾ ഉത്സാഹത്തോടെ ഇരിക്കുക, പോയി ഓടാൻ നോക്ക്. മോള് പോലീസായിട്ട് വേണം എനിക്കൊരു സല്യൂട്ട് അടിക്കാൻ എന്ന് ഗോമതി പറയാം. അപ്പം ഗോമതിയുടെ സംസാരം കേൾക്കുമ്പം മിത്രയ്ക്ക് വല്ലാതാവുകയാണേ. അമ്മ മാത്രമല്ല ഞാനും അടിക്കും വിശാലമായൊരു സല്യൂട്ട് എന്ന് നമ്മുടെ മീനാക്ഷി പറയാണ് കേട്ടോ. അവൾക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്ന് ഗോമതി അപ്പം മീനാക്ഷിയോട് ചോദിക്കാം. മിത്രയ്ക്ക് വേറെ എന്തോ ഒരു വിഷമം മനസ്സിലുണ്ട്, അതെനിക്ക് മനസ്സിലായി. അപ്പം മീനാക്ഷി ആണെങ്കിലും ഒന്നും പറയാതെ പെട്ടെന്ന് ഗോമതി കൊണ്ട് കൊടുത്ത ചായ കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം മിത്ര ഗ്രൗണ്ടിലേക്ക് വന്നു. ആര്യനും കൂടെയുണ്ട്. ആര്യനൊന്നും മിണ്ടാതെ നിൽക്കുക. മിത്രയും ഒരു വശത്ത് ഇങ്ങനെ ചിന്തിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അത് കാണുമ്പം ആര്യനാണെങ്കിൽ മിത്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം ആര്യനോടൊരു കള്ളം ചെയ്ത പോലെ ഒരു രീതിയും തോന്നലും ഒക്കെയാണ് മിത്രയ്ക്ക്. എന്തോടോ തനിക്ക് എന്തു പറ്റി? ആകെപ്പാടെ ഒരു ഉഷാർ കുറവ്. ഏയ് ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല ആര്യ എന്ന് പറയാം. ഏയ് അങ്ങനെയല്ല, എന്തോ ഉണ്ട്. 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ മനസ്സ് ഫുള്ള് ബ്ലാങ്കാ. എന്തു പറ്റി? അതൊക്കെ ആര്യന് വെറുതെ തോന്നുന്നതാ, ഞാൻ ഓക്കെ ആണ് എന്ന് അപ്പം മിത്ര ആര്യനോട് പറയൂട്ടോ. അതെനിക്ക് മനസ്സിലായി എന്ന് ഉള്ള രീതിയിൽ ആര്യൻ തലയാട്ട. എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയണേ. അങ്ങനെ മിത്ര പ്രാക്ടീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായി. പക്ഷേ മിത്രയുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ല. എന്തായാലും തനിക്കൊരു ഉഷാറില്ലായ്മയുണ്ട്, എന്നാൽ പിന്നെ ഞാനും കൂടാം, റെഡി എന്ന് മിത്രയോട് ആരും ചോദിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഓടുവാണ് കേട്ടോ. പെട്ടെന്ന് ആര്യൻ മിത്രയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെ പറയും. ആലോകിൻ്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തൊരു വൃത്തികെട്ടവനവൻ എന്ന് പറയാം. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അവനെ ഞാൻ ചവിട്ടി എല്ലാം ഒടിക്കും എന്ന് പറയാം. പെട്ടെന്ന് മിത്ര ആര്യ എന്നും പറഞ്ഞ് വിളിക്കും. എന്താ, ഞാനവൻ അങ്ങനെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ആര്യൻ മിത്രയോട് ചോദിക്കുക. അപ്പം മിത്രയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും ഓടാനായിട്ട് തുടങ്ങുക. കൂടെ ആര്യനും ഓടും. റാസ്കൽ, അവനിപ്പോൾ ജയിലിൽ കിടന്ന് സുഖിക്കുമായിരിക്കും എന്ന് വീണ്ടും പറയാം. അവനോട് ഒരു സുഖമില്ല ആര്യ. ആര്യനറിയോ, അവനെ കണ്ടാൽ തന്നെ പാവം തോന്നും. അത് പറയിക്കാൻ വേണ്ടിയാണ് കേട്ടോ ആര്യൻ അങ്ങനെ ചോദിക്കുന്നത്. അവനെ കണ്ട പാവം തോന്നുമെന്ന് തനിക്കെങ്ങനെ അറിയാം എന്ന് അപ്പം മിത്രയോട് ചോദിക്കും. ചോദിച്ചത് കേട്ടില്ലേ, തനിക്കെങ്ങനെ അറിയാമെന്ന്? അത് ആര്യ, അവൻ്റെ അവസ്ഥ തനിക്കെങ്ങനെ അറിയാമെന്നാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് മിത്ര എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. അവൻ്റെ അവസ്ഥ, ജയിലിലെ അവസ്ഥ ഇതാണെന്ന് തനിക്കിത്ര വ്യക്തമായിട്ട് എങ്ങനെ അറിയാമെന്നാണ് ഞാൻ ചോദിച്ചത്. എന്താ തൻ്റെ വായിൽ നാക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ആര്യൻ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്